ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വളരെ പുണ്യം നിറഞ്ഞ പുണ്യങ്ങളുടെ പൂക്കാലമായ റമദാൻ മാസത്തിലാണ് നമ്മൾ ഇപ്പോൾ ഉള്ളത്. ഒരു സത്യവിശ്വാസിക്ക് വർഷത്തിൽ ഒരിക്കൽ കടന്നു വരുന്ന വളരെ മഹത്തായ ഒരു അതിഥിയാണ് പുണ്യമാസമായ റമദാൻ. അവൻ ആ റമദാനിനെ വരവേൽക്കുവാൻ വേണ്ടി ആ മാസം കഴിയുന്നത് മുതൽ തന്നെ അടുത്ത ഒരു റമദാനിനെ വരവേൽക്കുവാനുള്ള മനസ്സോടുകൂടിയാണ് ഓരോ വിശ്വാസിയും റമദാനിന് വിട ചൊല്ലുന്നത്. റമദാൻ മാസം ഒരു സത്യവിശ്വാസിക്ക് കടന്നു വരുമ്പോൾ അവന് വളരെ ആഹ്ലാദഭരിതനാണ്. വളരെ അത്യാഹ്ലാദത്തോടുകൂടിയാണ് ഒരു സത്യവിശ്വാസി റമദാനിനെ വരവേൽക്കുന്നത്. കാരണം അവന് അതൊരു അസുലഭ അവസരമാണ്. ഒരു സത്യവിശ്വാസിക്ക് ഒരു റമദാൻ കൂടി വന്നെത്തുമ്പോൾ അതിനർത്ഥം അവൻ അതുവരെ ചെയ്ത, അറിഞ്ഞും അറിയാതെയും ചെയ്ത തെറ്റുകളും പാപങ്ങളും പൊറുക്കപ്പെടാനുള്ള ഒരു വലിയ അവസരമാണ് എന്നതാണ് അതിന് കാരണം. നമുക്കറിയാം, 13-14 മണിക്കൂർ ഭക്ഷണ പാനീയങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് വ്രതാനുഷ്ഠാനം നടത്തുന്ന ഒരു സത്യവിശ്വാസി ആ വ്രതാനുഷ്ഠാനത്തെ സന്തോഷപൂർവ്വം വരവേൽക്കുന്നതിൻ്റെ യുക്തി പക്ഷേ ചിലർക്ക് മനസ്സിലാവുകയില്ല. പട്ടിണി കിടക്കാൻ സന്തോഷിക്കുന്ന മനുഷ്യൻ തൻ്റെ ഭാര്യയുമായി ബന്ധപ്പെടുന്നതിന് പോലും വിലക്ക് ഉള്ള ഒരു മാസത്തിൽ ആ ഒരു മാസത്തെ വരവേൽക്കുന്നതിന് ആ വിശ്വാസിക്ക് ആഹ്ലാദം. തൻ്റെ ക്ഷമ പരീക്ഷിക്കുന്ന മാസമായ റമദാൻ, ആ റമദാൻ വരുമ്പോൾ അവന് ആഹ്ലാദമാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ പട്ടിണി കിടക്കാൻ അവൻ സന്തോഷിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ റമദാനിൻ്റെ പ്രാധാന്യമാണ് അതിലൂടെ അവൻ മനസ്സിലാക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ബഖറയിൽ 183-184 ആയത്തുകളിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, ഷഹ്റു റമദാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൻ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. വിശുദ്ധ ഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ, ആ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് റമദാൻ. ആ റമദാനിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെ വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടു എന്നതാണ്. അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ ഇറക്കപ്പെട്ടത്. ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്റ ഫൽയസുംഹു. അതിനാൽ തന്നെ ആ റമദാനിൽ ആരെല്ലാം ജീവിച്ചിരിപ്പുണ്ടോ, രോഗിയല്ലാത്തവനും യാത്രക്കാരനുമല്ലാത്തവനും എന്ന് പിന്നീട് പറയുന്നുണ്ട്. ആ റമദാനിൽ ജീവിച്ചിരിക്കുന്ന എല്ലാ സത്യവിശ്വാസിക്കും, പ്രായപൂർത്തിയെത്തിയ എല്ലാ സത്യവിശ്വാസിക്കും, എല്ലാ മുസ്ലിമിനും റമദാനിൽ നോമ്പനുഷ്ഠിക്കൽ നിർബന്ധമാക്കപ്പെട്ട ആയത്താണ് ആ 184-ാമത്തെ ആയത്ത്. ഈ ആയത്തുകളിലൂടെ
പറയുന്ന കാര്യം അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വ ബയ്യിനാത്തിൻ മിനൽ ഹുദ എന്ന് പറഞ്ഞുകൊണ്ട് ഫമൻ ഷഹിദ മിൻകുമുശ് ഷഹ്റ, ആര് ആ മാസത്തിൽ ജീവിച്ചിരിപ്പുണ്ടോ അവൻ നോമ്പനുഷ്ഠിച്ചു കൊള്ളട്ടെ എന്ന നിർബന്ധത്തിൻ്റെ ആഹ്വാനം വന്നത് മുതൽ സത്യവിശ്വാസികൾ 195 നാടുകളിൽ പരന്നു കിടക്കുന്ന മുസ്ലിം സമൂഹം 18 കോടിയോളം അതെ അതൊരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അത് 18 കോടിയല്ല, 180 കോടിയോളം വരുന്ന മുസ്ലിങ്ങൾ ലോകം മുഴുക്കെ പരന്ന് ഈ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ ആ റമദാനിനെ അത് വളരെ സവിശേഷമാക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ സമൂഹങ്ങളിലും നോമ്പ് ദൈവം നിർബന്ധമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് കുത്തിബ അലൈക്കും സുയാമു ഖമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും എന്ന് പറയുന്ന സൂറത്തുൽ ബഖറയിലെ 183-ാമത്തെ ആയത്തിൽ പറയുന്നത് അടിസ്ഥാനത്തിൽ എല്ലാ സമൂഹങ്ങളിലും നോമ്പ് ഉള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ഇതര മതസ്ഥർ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇസ്ലാമിലെ വ്രതാനുഷ്ഠാനം ഒരല്പം വ്യത്യസ്തതയോടുകൂടി ആണ് ഉള്ളത്. കാരണം 29 അല്ലെങ്കിൽ 30 ദിവസം 13.5-14 മണിക്കൂർ ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുന്നു എന്നതിലപ്പുറം ഒരു സത്യവിശ്വാസിയുടെ വ്രതാനുഷ്ഠാനം എന്നത് അവൻ്റെ മനസ്സും കൂടി നോമ്പനുഷ്ഠിക്കണം എന്നതിലൂടെയാണ്. ശരീരം മാത്രമല്ല, ശരീരത്തിലെ ഓരോ അവയവങ്ങളും അതിനനുസരിച്ച് നോമ്പനുഷ്ഠിക്കുന്നതിനോടൊപ്പം പെരുമാറേണ്ടതുണ്ട്. ആ രൂപത്തിൽ തന്നെ അത് പ്രകടമാകേണ്ടതുണ്ട് എന്നതാണ് ഒരു സത്യവിശ്വാസിയുടെ വ്രതാനുഷ്ഠാനത്തിലൂടെ വ്യതിരിക്തമാകുന്നത്. നമുക്കറിയാം, റമദാൻ മാസത്തിൽ ഒരു വിശ്വാസിയുടെ ജീവിതത്തെ അവൻ്റെ നോമ്പ് എത്രത്തോളം മാറ്റിയെടുക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഉറങ്ങുവാൻ അതിയായി ആഗ്രഹിക്കുന്ന മനുഷ്യൻ രാത്രി നേരത്തെ എല്ലാവരും ഉറങ്ങുമ്പോൾ ഉറക്കമിളച്ച് അവൻ നമസ്കരിക്കാൻ തയ്യാറാകുന്ന മനസ്ഥിതി അവന് രൂപപ്പെടുകയാണ്. വിശുദ്ധ ഗ്രന്ഥം ഖുർആൻ ഒന്ന് എടുത്ത് നോക്കുവാൻ സാധാരണഗതിയിൽ ഒരല്പം മടിയൊക്കെയുള്ളവർ റമദാൻ മാസത്തിൽ അത് ആ ഖുർആൻ പാരായണം ചെയ്യുവാൻ സമയം കണ്ടെത്തുകയാണ്. നമസ്കരിക്കുവാൻ മടിച്ചെങ്കിലും നമസ്കരിക്കുന്ന ഒരല്പമൊക്കെ അലസത തോന്നുന്ന ആളുകൾക്ക് പോലും രാത്രി ദീർഘമായി നിന്ന് നമസ്കരിക്കുവാനുള്ള മനസ്ഥിതി അവന് ഉണ്ടായി മാറുന്നു എന്നതാണ് റമദാനിലെ ഏറ്റവും സവിശേഷമായ സംഗതികൾ. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാൻ ഏറ്റവും പരമപ്രധാനമാകുന്നത് അവൻ അതുവരെ ചെയ്ത പാപങ്ങൾ അള്ളാഹു പൊറുക്കുന്നു എന്ന ഒരു അവസരമാണ് അവന് അള്ളാഹു നൽകിയിട്ടുള്ളത്. ഒരു യജമാനൻ ഒരു ഭൃത്യനോട് കുറച്ചു കാലം ദേഷ്യപ്പെട്ട് നിന്നാൽ ആ യജമാനൻ തനിക്ക് പൊറത്തു കൊടുക്കുമ്പോൾ ആ ഭൃത്യനുണ്ടാകുന്ന സന്തോഷം അതിരറ്റതായിരിക്കും. ഒരു അധ്യാപകൻ ഒരു വിദ്യാർത്ഥിയോട് ദേഷ്യപ്പെട്ട് നിന്നാൽ ആ ദേഷ്യം മാറി ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്ന് അധ്യാപകൻ പറയുമ്പോൾ ആ വിദ്യാർത്ഥിക്കുണ്ടാകുന്ന സന്തോഷവും അതിരറ്റതായിരിക്കും. അങ്ങനെ ആര് നമ്മോട് ദേഷ്യപ്പെട്ടാലും നമുക്ക് പൊറത്തു തരുന്ന ആ ഒരു ഘട്ടത്തിൽ അതിരറ്റ സന്തോഷത്തോടു കൂടി നമ്മൾ ആഹ്ലാദിക്കുകയും ആശീർവദിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പൊറുത്തു തരുക എന്ന ആ ഒരു അവസ്ഥ, അള്ളാഹുവിൻ്റെ ഈ പൊറുക്കൽ എന്ന ആ ഒരു മഹത്തായ അവസരം
ഒരു റമദാൻ വരുമ്പോൾ ഒരു സത്യവിശ്വാസി ശരിയാവണ്ണം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അതിനാൽ തന്നെ അവൻ വളരെ പശ്ചാത്താപ മനസ്സോടുകൂടി കുറ്റബോധത്തോടുകൂടി അള്ളാഹുവിൻ്റെ മുമ്പിൽ താൻ ഇതുവരെ ചെയ്ത തെറ്റുകൾ പുറത്തു തരുവാൻ വേണ്ടി അവൻ്റെ ആ വ്രതാനുഷ്ഠാനത്തിനിടയിൽ അള്ളാഹുവിന് വേണ്ടി ക്ഷീണവും ദാഹവും വിശപ്പും സഹിച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ അള്ളാഹുവിനോട് ചോദിക്കുകയാണ്, അള്ളാഹുവേ, ദൈവമേ, ഞാൻ ഇതുവരെ ചെയ്ത എൻ്റെ എല്ലാ തെറ്റുകളും നീ ഈ റമദാനോടുകൂടി എനിക്ക് നീ പുറത്തു തരണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹു അത് സ്വീകരിക്കുവാൻ ഒട്ടും മടി കാണിക്കുന്നില്ല എന്നതാണ് പ്രവാചകൻ തിരുമേനി നമ്മെ പഠിപ്പിക്കുന്ന പാഠം. അതുകൊണ്ട് തന്നെ ഒരു റമദാൻ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് ഒരു അസുലഭ അവസരമായി മനസ്സിലാക്കുകയും അടുത്ത റമദാനിൽ തനിക്ക് ജീവിതമുണ്ടാകുമെന്നതിന് യാതൊരു ഗ്യാരണ്ടിയുമില്ല എന്ന് അവൻ മനസ്സിലാക്കുമ്പോൾ അടുത്ത റമദാനിൽ ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ടാകും എന്നതിന് ഒരു ഗ്യാരണ്ടിയും ഉറപ്പുമില്ലാത്ത ഒരു അവസ്ഥയിൽ ഒരു സത്യവിശ്വാസി ഈ അവസരം ശരിക്ക് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, റമദാനിൽ സത്യവിശ്വാസിക്ക് ആ റമദാനിൽ നോമ്പനുഷ്ഠിക്കുന്ന ഒരു വിശ്വാസിയുടെ ജീവിതത്തിലൂടെ നമുക്ക് കണ്ണോടിക്കുമ്പോൾ അവൻ്റെ ജീവിതത്തെ ആ നോമ്പ് വ്രതാനുഷ്ഠാനം എത്രമേൽ മാറ്റിയെടുക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അവനോട് ആരെങ്കിലും തർക്കത്തിന് ചെന്നാൽ, എന്തെങ്കിലും ലഹളയോ അല്ലെങ്കിൽ എന്തെങ്കിലും കലാപാഹ്വാനമോ ഒക്കെ നടത്തിയാൽ, എനിക്ക് നോമ്പാണ് അതുകൊണ്ട് ഞാൻ അതിനില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുവാൻ പ്രവാചകൻ അവനോട് ഉപദേശിക്കുന്നുണ്ട്. അനസ്വാഇമുൻ എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കണമെന്നാണ്. ആരെങ്കിലും വല്ല തർക്കത്തിനോ വല്ല ശണ്ട കൂടുവാനോ വന്നു കഴിഞ്ഞാൽ തൻ്റെ നോമ്പെങ്ങാനും നഷ്ടപ്പെട്ടു കളയുമോ എന്ന വേവലാതിയും ആധിയും ഒക്കെ അവനുണ്ടായിരിക്കും. ഒരു മനുഷ്യൻ ഒരു പളുങ്ക് പാത്രം അത് തട്ടാതെയും മുട്ടാതെയും പൊട്ടാതെയും കൊണ്ടു നടക്കുന്നത് പോലെ തൻ്റെ നോമ്പ് മുറിയാതെ കൊണ്ടു നടക്കുന്ന ആ ഒരു വികാരമാണ് ഒരു സത്യവിശ്വാസിക്കുണ്ടാവുക. അതുകൊണ്ട് തന്നെ അവനിൽ നിന്നും സംഭവിക്കുന്നത് മുഴുവൻ ആയിരിക്കണം. അതാണ് ലഅല്ലക്കും തത്തഖൂൻ എന്ന് വിശുദ്ധ ഖുർആനിൽ ആ നോമ്പനുഷ്ഠാനത്തിൻ്റെ ആ ആയത്തിൻ്റെ അവസാനമായി പറയുന്നുണ്ട്. കുത്തിബ അലൈക്കും യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കും സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന ആ വാക്കുകളിലൂടെ നിങ്ങൾ സൂക്ഷ്മാലുക്കളായി മാറാൻ വേണ്ടിയിട്ടാണ് നോമ്പനുഷ്ഠാനം നിങ്ങൾക്ക് മേൽ നിർബന്ധമാക്കപ്പെട്ടത്. അപ്പോൾ സൂക്ഷ്മത കൈവരുക്കാൻ നോമ്പ് വലിയ ഒരു മാർഗമാണ് എന്നതുകൊണ്ടാണ് നോമ്പനുഷ്ഠാനത്തിന് ഇത്രമേൽ പ്രാധാന്യം അള്ളാഹു കൽപ്പിച്ച് നൽകിയത്. അതുകൊണ്ട് തന്നെ നോമ്പുകാരനെക്കുറിച്ച് അള്ളാഹു പറഞ്ഞു, ഒരു മനുഷ്യൻ്റെ എല്ലാ കർമ്മങ്ങളും അതിൻ്റെ ബെനഫിറ്റ് അവന് പോകുന്നുണ്ട്. പക്ഷേ നോമ്പ് അസ്സൗമുലി വ അന അജ്സി ബിഹി എന്ന് പറഞ്ഞു. നോമ്പ് എനിക്കുള്ളതാണ്, അതിന് നാമാണ് പ്രതിഫലം നൽകുക എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം ഇതാണ്. അള്ളാഹുവിന് വേണ്ടി മാത്രം പട്ടിണി കിടക്കുകയും ദാഹം അനുഭവിക്കുകയും ക്ഷീണം സഹിക്കുകയും ക്ഷമയവലംബിക്കുകയും ചെയ്തുകൊണ്ട് ആരോരുമില്ലാത്ത സമയത്ത് പോലും ആരാരും കാണാനില്ലാത്ത അവസ്ഥയിൽ പോലും ഒരിറ്റ് വെള്ളം കുടിക്കുവാനോ ഒരു മണി അരി എങ്കിലും കഴിക്കുവാനോ ഒരു പഴത്തിൻ്റെ എന്തെങ്കിലും ഒരു അല്പം അംശം പോലും കഴിക്കുവാനോ ഈ ദാഹവും ക്ഷീണവും ഉള്ള അവസ്ഥയിൽ പോലും അവൻ തയ്യാറാകുന്നില്ല എന്നതാണ് അതിൻ്റെ സവിശേഷത. എന്നതുകൊണ്ട് അള്ളാഹുവിനറിയാം ഇത് അവൻ എനിക്ക് വേണ്ടി മാത്രം സഹിക്കുന്നതാണ്, എന്നെ കരുതി കൊണ്ട് മാത്രമാണ് അവൻ ആ ഭക്ഷണപാനീയങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നത്, അവൻ ആ പവിത്രത കാത്തു സൂക്ഷിക്കുന്നത് എന്നെ കരുതിയാണ് എന്ന ഒരു അംഗീകാരം അള്ളാഹുവിൽ നിന്നുണ്ട് എന്നതുകൊണ്ടാണ് അസ്സൗമുലി വ അന അജ്സി ബിഹി എന്ന് പറഞ്ഞത്.
അതുകൊണ്ട് തന്നെ റമദാൻ മാസം പുണ്യങ്ങളുടെ ഒരു പൂക്കാലമാണ്. ഒരു നോമ്പുകാരനിൽ നിന്നും സംഭവിക്കുന്നതെല്ലാം നന്മയുള്ളതായി മാറുന്നു. അല്ലാത്ത പക്ഷം അത് നോമ്പിനെ ബാധിക്കും എന്ന തിരിച്ചറിവ് നോമ്പുകാരനുണ്ട്. അതുകൊണ്ട് അവനിൽ നിന്നും സംഭവിക്കുന്നത് നന്മ മാത്രമായിരിക്കും. ക്ഷമയുടെ എല്ലാ പടിയും അവൻ പരീക്ഷിക്കുകയാണ്. എത്രത്തോളം ക്ഷമിക്കുന്നുവോ അത്രയും അവൻ്റെ നോമ്പ് പരിപൂർണമാവുകയാണ്. നോമ്പുകാരന് ക്ഷമ അനിവാര്യമാണ്. ഈ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ കഴിയാൻ തയ്യാറുള്ളവൻ മറ്റു കാര്യങ്ങൾക്കും അവനക്ക് ക്ഷമിക്കുവാൻ പ്രയാസമില്ല. ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ത്വരയാണ് ഭക്ഷണം കാണുമ്പോൾ, സ്വാദിഷ്ടമായ ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കുവാനുള്ള ത്വര. മനുഷ്യൻ്റെ പ്രകൃതി നിലീനമായ ഒരു അവസ്ഥാവിശേഷമാണ് ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കുവാനുള്ള ത്വര. ദാഹിക്കുമ്പോൾ വെള്ളം കാണുമ്പോൾ ആ വെള്ളം കുടിക്കുവാനുള്ള ത്വര എന്നത് ഒരു മനുഷ്യൻ്റെ പ്രകൃതിപരമായ തേട്ടമാണ്. പക്ഷേ ആ മനുഷ്യൻ നോമ്പുകാരനാകുമ്പോൾ അവൻ ആ വെള്ളം ആരും അറിയാതെ പോലും കുടിക്കുന്നില്ല എന്നത്, ആരും അറിയാതെ പോലും അവൻ ഭക്ഷണത്തിൻ്റെ ഒരംശം പോലും കഴിക്കുന്നില്ല എന്നത് ഈ നോമ്പുകാരൻ്റെ മാത്രം സവിശേഷതയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ നോമ്പ് അവൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. പൊതുവിൽ തന്നെ നമുക്കറിയാം, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഒരു റമദാൻ മാസത്തിൽ നമ്മളൊന്ന് യാത്ര ചെയ്തു നോക്കിയാൽ റമദാനിൽ പ്രത്യേകമായ ഒരു അവസ്ഥാവിശേഷം നമുക്ക് കാണാൻ കഴിയും. ശാന്തമായ, കലഹമില്ലാത്ത, പ്രശ്നരഹിതമായ ഒരു അവസ്ഥാവിശേഷം, ഒരു സാമൂഹിക അന്തരീക്ഷം നമുക്ക് റമദാനിൽ കാണാൻ കഴിയുന്നത് ഈ മനുഷ്യരിലെ 25% അതൊന്ന് തിരുത്തുണ്ട്. മനുഷ്യ സമൂഹത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഭാഗമായ മുസ്ലിങ്ങൾ വ്രതാനുഷ്ഠാനം നടത്തുമ്പോൾ അവരോടൊപ്പം ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുന്ന മറ്റു സാമൂഹിക അന്തരീക്ഷവും നിലനിൽക്കുന്നതുകൊണ്ട് ആ റമദാനിൽ നമുക്ക് ഒരു ശാന്തമായ സാമൂഹിക അന്തരീക്ഷം കാണാൻ കഴിയുന്നുണ്ട്. പ്രശ്നകലുഷിതമായ അവസ്ഥകൾ റമദാനിൽ ഒരല്പം കുറവാണ് എന്നത് ഒരു പരമയാഥാർത്ഥ്യമാണ് എന്നത് ഇങ്ങനെ സംഭവിക്കുന്ന ഈ ഒരു നോമ്പുകാരൻ്റെ ജീവിതത്തിലെ മാറ്റങ്ങളിലൂടെ സംഭവിക്കുന്നതാണ്. അക്ഷരാർത്ഥത്തിൽ ഈ ഒരു ഗുണവിശേഷങ്ങൾ നോമ്പല്ലാത്ത സമയത്തും ഉണ്ടാകേണ്ടതാണ്. പക്ഷേ നോമ്പ് കൂടി ഒരു നിമിത്തമാകുമ്പോൾ മനുഷ്യൻ പൊതുവിൽ നന്മേച്ഛുവാകുന്നു. ഒരു വിശ്വാസി ശാന്ത സ്വഭാവക്കാരനായി മാറേണ്ടതുണ്ട്. അവൻ പരമാവധി ക്ഷമ അവലംബിക്കുന്നവനായി മാറേണ്ടതുണ്ട്. കാരണം അവൻ്റെ നോമ്പിന് യാതൊരു പോറലും ഏൽക്കാൻ പാടില്ല. ആ ഒരു മാനസികാവസ്ഥ അവൻ വളർത്തിയെടുക്കുന്നിടത്താണ് ഒരു നോമ്പുകാരൻ വിജയിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ടതുണ്ട്. തീർച്ചയായും അങ്ങനെയുള്ള നോമ്പുകാർ ഈ സമൂഹത്തിലെ നല്ല ഒരു ഘടകമാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നോമ്പുകാരനോട് ഐക്യദാർഢ്യം കാണിച്ചുകൊണ്ട് ഇതര മതസ്ഥരിൽ ചില സഹോദരന്മാർ നോമ്പനുഷ്ഠിക്കുന്നതായിട്ട് അവരുടെ അനുഭവങ്ങൾ പങ്കുവെക്കാറുണ്ട്. ആ നോമ്പനുഷ്ഠിക്കുന്നതിലൂടെ കിട്ടുന്ന ശാരീരികമായ ഫലവും ബെനഫിറ്റും ഉള്ളതോടൊപ്പം ഈ നോമ്പുകാരനോടുള്ള ഐക്യദാർഢ്യവും അവിടെ പ്രകടമാണ്. പല സഹോദരന്മാരും ഇതര മതസ്ഥരിലുള്ള പല സഹോദരന്മാരും നോമ്പുകാരൻ്റെ മുമ്പിൽ വെച്ച് ഭക്ഷണം കഴിക്കാനും വിസമ്മതിക്കുന്നതായിട്ട് ധാരാളം അനുഭവങ്ങൾ നമുക്ക് പങ്കുവെക്കാൻ കഴിയും. അത് ഒരു മാനുഷികമായ നന്മയാണ്. ആ മാനുഷികമായ നന്മയുടെ ഒരു വളർച്ചയാണ് റമദാനിലൂടെ പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്, വളർത്തപ്പെടുന്നത് എന്നതുകൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ഈ റമദാൻ ഓരോ വിശ്വാസിയും മനസ്സിലാക്കുന്നു ഇത് തൻ്റെ ജീവിതത്തിലെ അവസാനത്തെ റമദാനായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ അതിനെ യഥാവിധി പ്രയോഗവൽക്കരിക്കുവാനും പ്രയോജനപ്പെടുത്തുവാനും അവൻ തയ്യാറാകുന്നുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയും. അതിനാൽ തന്നെ ഒരു സത്യവിശ്വാസിക്ക് ഇതിൻ്റെയൊക്കെ
പ്രതിഫലമാണ് അവന് ഇതിനുള്ള പ്രേരകം എന്നുകൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വെറുതെ പട്ടിണി കിടക്കുന്നതല്ല. എന്തിനാണ് ഈ കുറേ ആളുകൾ കുറേ നേരം ഭക്ഷണം കഴിക്കാതെ പാനീയമൊന്നും കഴിക്കാതെ ദാഹവും ക്ഷീണവും വിശപ്പും സഹിച്ച് ഇങ്ങനെ നടക്കുന്നത് എന്ന് സംശയിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്കുള്ള ആ സന്ദേഹത്തിനുള്ള മറുപടിയാണ് ഈ നോമ്പുകാരന് ലഭിക്കാൻ പോകുന്ന ഒരു സ്വർഗീയ അവസ്ഥയുണ്ട്, സ്വർഗപ്രവേശമുണ്ട്. ആ സ്വർഗം ലഭിക്കുവാൻ അള്ളാഹു വാഗ്ദാനം ചെയ്യുന്ന ആ മഹത്തായ സ്വർഗപ്രവേശനത്തിന് മനസ്സിൽ കരുതൽ ഉള്ള മനസ്സിൽ കരുതൽ കൊണ്ട് നടക്കുന്ന വിശ്വാസികളാണ് നോമ്പുകാർ. അതുകൊണ്ട് തന്നെ നോമ്പുകാരൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം ഈ സാമൂഹികമായ ഈ നന്മകൾക്കൊപ്പം തന്നെ ഇതുകൊണ്ടൊക്കെയുള്ള സാമൂഹികമായ പ്രയോജനങ്ങൾക്കൊപ്പം തന്നെ സ്വർഗപ്രവേശത്തിനുള്ള പ്രതീക്ഷയാണ് അവനെ മുന്നോട്ട് നയിക്കുന്നത്. ആ സ്വർഗത്തിന് അർഹരായി മാറുവാൻ ഓരോ നോമ്പുകാരനും ദൈവത്തോട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. സർവോപരി കഴിഞ്ഞ കാലം ഇതിന് മുമ്പുള്ള ഓരോ റമദാനിനും മുമ്പുള്ള എല്ലാ തെറ്റുകളും പൊറുക്കപ്പെടുമ്പോൾ അവൻ്റെ സ്വർഗത്തിന് തടസ്സമാകുന്ന ഒരു തെറ്റും അവനിൽ അവശേഷിക്കാതെ വരുമ്പോൾ അത് സ്വർഗപ്രവേശനത്തിനുള്ള എളുപ്പമായി മാറുന്നു, ഉറപ്പായി മാറുന്നു. ആ ഉറപ്പിലേക്കാണ് സത്യവിശ്വാസി മുന്നോട്ട് നീങ്ങുന്നത്. ആ വിശ്വാസത്തിൻ്റെ ബലത്തിലാണ് ഒരു വിശ്വാസി അവൻ്റെ ഈ ത്യാഗവും ക്ഷമയുമായി മുന്നോട്ട് പോകുന്നത്. ആ ഒരു പ്രയത്നം നമുക്ക് ഏറ്റുപിടിക്കാൻ കഴിയേണ്ടതുണ്ട്. അതിനുവേണ്ടി ഓരോരുത്തരും ശ്രമിക്കുമ്പോൾ അതിനോട് ഐക്യദാർഢ്യപ്പെടുവാനും നമ്മൾ തയ്യാറാകേണ്ടതുണ്ട്. സർവോപരി ഒരു നോമ്പുകാരനെ നമ്മൾ ഒരു നോമ്പുകാരൻ തൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള പ്രയാണത്തിൻ്റെ ഇടയിൽ മറ്റുള്ളവർ അതൊരു തടസ്സം സൃഷ്ടിക്കാതിരിക്കുവാൻ കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. സാധാരണ നിലയ്ക്ക് അങ്ങനെയൊരു അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അള്ളാഹു എല്ലാ നോമ്പുകാരുടെയും നോമ്പിൻ്റെ പൂർണ്ണത സ്വീകരിക്കുകയും അതിനനുസരിച്ച് അവൻ്റെ ജീവിതത്തെ മാറ്റിയെടുക്കുകയും ആ റമദാൻ ആ വ്രതാനുഷ്ഠാനം കാരണമായി അവൻ്റെ സ്വർഗപ്രവേശം അള്ളാഹു ഉറപ്പ് വരുത്തുകയും ചെയ്യുമാറാകട്ടെ. എല്ലാവർക്കും റമദാനിൻ്റെ വിശിഷ്ടമായ ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും നന്മയും നേരുന്നു. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.